എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിൾ ദി ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഓപ്പൺ ഡിസ്കഷൻ പേജിലുള്ള ഒൺലി എ ഗ്ലോബൽ എഫോർട്ട് ക്യാൻ ടൈം COVID-19 എന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം COVID-19 എത്രത്തോളം ഈ സമൂഹത്തെയും അല്ലെങ്കിൽ ലോകത്തെ തന്നെ എല്ലാ ജീവിതങ്ങളെയും ബാധിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. നമുക്കറിയാം പല തലങ്ങളിലുള്ള പല വേരിയന്റിലുള്ള കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് വൈറസുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ലോകം എല്ലാ ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വേരിയന്റ് ആയിരുന്നു നമ്മുടെ UK വേരിയന്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഉള്ളത് ഇന്ത്യൻ വേരിയന്റ്. ഇപ്പോൾ വിയറ്റ്നാമിൽ പുതിയ തലങ്ങളിലുള്ള പുതിയ വേരിയന്റ് കൊറോണ വൈറസുകളും രൂപം കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഈ തലങ്ങളിലുള്ള അല്ലെങ്കിൽ UK ഉണ്ടായ അല്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ വിയറ്റ്നാമിലുള്ള ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചൈനയിൽ വുഹാനിൽ തുടങ്ങിയ കോവിഡ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തെ ആ ജനങ്ങളിലെ മാത്രം ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒന്നല്ല ഇന്നത്തെ സാഹചര്യത്തിൽ COVID-19. ഓരോ അപ്ഡേറ്റഡ് വേരിയന്റുകളും എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആകാതെ വരുന്നത്? പലപ്പോഴും പല രാജ്യങ്ങളുമായിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്ന ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് എൻറ്റയർ വേൾഡ് ഈസ് ബിക്കമിങ് എ കൈൻഡ് ഓഫ് എ സിംഗിൾ വില്ലേജ് അല്ലെ? അപ്പൊ അത്തരത്തിലേക്ക് ഒരു ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ യാത്രകൾ, പുതിയ മെൻ ടു മെൻ, പീപ്പിൾ ടു പീപ്പിൾ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ബിസിനസ് ടു ബിസിനസ് റിലേഷൻഷിപ്പുകളുടെ ഒരു ഫലമായിട്ട് ലോകത്തിന്റെ വലിപ്പം ചെറുതാവുകയും ആളുകൾ തമ്മിലുള്ള അകലം കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് കുഡ് സ്പ്രെഡ് വെരി ഫാസ്റ്റ്ലി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ തരത്തിലേക്കുള്ള അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇനിഷ്യേറ്റീവ് കൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസുകളെ കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കമ്പൈൻ ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിലാണ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ പല രാജ്യങ്ങളും നമ്മൾ പലപ്പോഴും നമ്മൾ വാക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. വാക്സിനുകൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ നമുക്ക് വാക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. കോവിഷീൽഡ് എന്നും പേരുള്ള അല്ലെങ്കിൽ കോവാക്സിൻ എന്നും പേരുള്ള രണ്ട് കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കമ്പനികൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വാക്സിനുകൾ പല രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ഏറ്റവും വലിയ ആക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തിലെ ജനങ്ങൾക്കല്ലേ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അവിടെയാണ് ആ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കല്ലേ, അല്ലാതെ മറ്റുള്ള രാജ്യത്തിലെ ജനങ്ങൾക്കാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ പറ്റുന്ന ഒന്നല്ല ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഇന്ത്യ ഹാസ് ബീൻ വിറ്റ്നസിംഗ് an unprecedented surge in COVID-19 cases. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിലെ ഒരാൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ആളുകൾ മാത്രം വാക്സിനേറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആവില്ല. ഈ ലോകത്തിലെ എല്ലാവർക്കും വാക്സിൻ ലഭിക്കുമ്പോഴാണ് എല്ലാ ആളുകളും പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു കോവിഡ് വൈറസിന് ബാധ്യതപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഭീഷണിയിൽ തന്നെ ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? Every single individual of this globe should be get vaccinated. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഈ വാക്സിനേഷൻ ലഭിച്ചിരിക്കണം? അപ്പൊ വാക്സിനേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഈവൻ ദോ വി ഹാവ് an effective vaccine in hand. നമ്മുടെ കയ്യിൽ ഒരു എഫക്റ്റീവ് വാക്സിൻ ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും അത് മറ്റുള്ള ആളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പല ബാരിയേഴ്സും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ പല ബാരിയേഴ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് എത്തുന്നതിന് മുൻപ് നമ്മുടെ ഈ വാക്സിൻ നാഷണലൈസേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ വാക്സിനേഷൻ എന്ന് പറയുന്നത് മെയ് 1 തീയതി മുതൽ നമുക്കറിയാം, ഫ്രം May 1st onwards, all those aged 18 and above became eligible in India to receive the COVID-19 vaccine. This means that 595 million people who require 1190 million doses were added to the 344 million people in the 45 and above age group requiring 88 million doses. അതായത് നമുക്കറിയാം, ഇവ ഏകദേശം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് മുതൽ May 1 തീയതി മുതൽ. ഈ May 1 തീയതി മുതൽ ഈ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കൂടുതൽ വാക്സിനേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂടുതൽ ഡോസുകൾ ആവശ്യമായി വരുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ഡിമാൻഡ് ഓഫ്
വാക്സിൻ. ഈ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? വി വിൽ ഹാവ് ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ ആസ് വെൽ. നമുക്ക് എന്നാൽ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മൾക്കറിയാം 2 കമ്പനികൾ നമുക്ക് വേണ്ടി കോവാക്സിനും കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള സ്പുട്നിക് എന്ന വാക്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കോവാക്സിൻ കോവിഷീൽഡും കൂടെ കൂട്ടി നമുക്ക് നോക്കുവാണെങ്കിൽ 70 മില്യൺ ഡോസുകൾ മാത്രമാണ് ഒരു മാസം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് നമുക്ക് സ്പുട്നിക്കിന്റെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏകദേശം എന്താണ് 45 മില്യൺ ആണ് നമുക്കുള്ളത്. അതുകൂടെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈ സ്പുട്നിക് വാക്സിൻ വിൽ ബി എൻഹാൻസിങ് ദെയർ പ്രൊഡക്ഷൻ ആസ് വെൽ. 156 മില്യൺ ഡോസുകൾ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇംപ്രൂവ്മെന്റുകളൊക്കെ നടക്കും. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മളുടെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് ദ ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് മോറൽ റെസ്പോൺസിബിലിറ്റി ടു സെർവ് ദ പീപ്പിൾ ഓഫ് ദ എൻറ്റയർ നേഷൻ ആസ് വെൽ. എങ്ങനെയാണ് ഈ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇവർക്ക് എക്സ്പോർട്ട് ചെയ്തേ മതിയാകത്തുള്ളൂ. പലപ്പോഴും ഗ്ലോബൽ പോപ്പുലേഷൻ മാത്രമല്ല, നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാവം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനെയും നമ്മൾ ഇത്തരത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിൽ ഹാവ് ടു എൻഹാൻസ് ദ പ്രൊഡക്ഷൻ. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രൊഡക്ഷനെ നമുക്ക് ബാരിയേഴ്സ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആക്ട് എ മേജർ ബാരിയർ ഇൻ സ്കെയിലിംഗ് അപ്പ് ദ പ്രൊഡക്ഷൻ. നമുക്കറിയാം ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഈ IPR ആണ്. അതായത് കോവിഷീൽഡ് അല്ലെങ്കിൽ കോവിഡിനെതിരെയുള്ള വാക്സിനേഷൻ ഉണ്ടാക്കുന്നതിനകത്ത് ഏകദേശം എന്താണ് ഒരു പ്ലാസ്റ്റിക് റിയാക്ടേഴ്സിന് മാത്രം ഏകദേശം 1800 പേറ്റന്റുകളുണ്ട്. അതുപോലെ നമുക്കാണെങ്കിൽ മറ്റ് അതർ എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് patent protection and therefore supplied by only a few players in the world. അതായത് ഈ പേറ്റന്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് വളരെ കുറച്ച് സപ്ലയേഴ്സ് മാത്രമേ നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യുക? ഈ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറക്കണമെങ്കിൽ വിൽ ഹാവ് ടു the WTO or the recognized authority should waiver certain waiver on IPR അല്ലെ? അപ്പൊ IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഒരു വേവർ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ മാനുഫാക്ചറേഴ്സിന് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ, കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ സപ്ലൈ ചെയിനിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ടിൽ മാനുഫാക്ചറിങ് ഓഫ് വാക്സിൻ, അതായത് വാക്സിൻ നിർമ്മിക്കുന്നിടം വരെയുള്ള ഒരു ചെയിൻ ഓഫ് സപ്ലൈ നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാരിയേഴ്സ് എവിടെയാണ്? ബാരിയേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിന്റെ റോ മെറ്റീരിയൽസിലാണ്. അപ്പോൾ എവിടെയാണ് ട്രിപ്സ് അല്ലെങ്കിൽ ഈ IPR വേവർ കൊടുക്കേണ്ടത്? ഈ റോ മെറ്റീരിയൽ സപ്ലൈയിലാണ്. അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം, നമ്മളുടെ ICMR പലപ്പോഴും ഇതിന്റെ നോഹൗ ടെക്നിക് അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കൂടുതൽ കമ്പനികൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഒന്ന്, ഇതിന്റെ സപ്ലൈ ചെയിനിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിന്റെ റിക്വയർഡ് റോ മെറ്റീരിയൽസിലുള്ള എന്ത് കുറയ്ക്കണം? IPR ഒന്ന് വേവർ ചെയ്യണം. രണ്ട്, കൂടുതൽ കമ്പനികൾ, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഷുഡ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ദിസ് വാക്സിൻ. അപ്പൊ അത്തരത്തിൽ ഈ കൂടുതൽ കമ്പനികൾ ഈ വാക്സിനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസിങ് ആൻഡ് ഡിമാൻഡ് വിൽ ബി ഡിക്രീസിങ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പ്രൈസും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനും പറ്റും. നമുക്കറിയാം സ്പുട്നിക് വാക്സിൻ, നമുക്കറിയാം പല റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത വാക്സിനാണ് സ്പുട്നിക്. ബട്ട് ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺലി ഇൻ സെലക്ടഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആസ് വെൽ. അപ്പൊ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സെലക്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള മേജർ ഹോസ്പിറ്റൽസിന് മാത്രം നൽകുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ഹയർ ഇൻ പ്രൈസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ വിലയ്ക്ക് നൽകണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടിയതിനു ശേഷം എക്സ്പോർട്ടും അതുപോലെ ലോക്കൽ ഡൊമസ്റ്റിക് യൂട്ടിലൈസേഷനും കൂട്ടുക. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും വാക്സിനേഷനിലേക്ക് അല്ലെങ്കിൽ വാക്സിൻ എടുക്കാനുള്ള ഒരു ഹെസിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുക. നമുക്കറിയാം ഏകദേശം 12 ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് റിസീവ്ഡ് 1 ഡോസ്. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ 12% മാത്രമേ ഒരു ഡോസ് എങ്കിലും കിട്ടിയിട്ടുള്ളൂ. 3.2% മാത്രമാണ് 2 ഡോസുകൾക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? വി നീഡ് ടു എൻഹാൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് വാക്സിൻ ആൻഡ് വി വിൽ ഹാവ് ടു എൻകറേജ് എവറി ഇൻഡിവിജ്വൽ ടു അണ്ടർഗോ ദ പ്രോസസ് ഓഫ് വാക്സിനേഷൻ. അപ്പോൾ അത് മാത്രമല്ല കാര്യം, വി വിൽ ഹാവ് ടു എൻഹാൻസ് ദ പ്രൊഡക്ഷൻ ആൻഡ് വി വിൽ ഹാവ് ടു എക്സ്പോർട്ട്
this vaccine to the underprivileged nations as well. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും വാക്സിനേറ്റഡ് ആകുമ്പോൾ മാത്രമാണ് ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ആളുകൾക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇതിലേക്കുള്ള പ്രൊട്ടക്ഷൻ ഇതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ COVID-19 എന്ന മഹാമാരിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ഫോർ ദ കറന്റ് റിക്വയർഡ് പോയിന്റ് ഇൻ ദിസ് കറന്റ് സിനാരിയോ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് അക്യൂസ് ഡിനൈഡ് ഫാക്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻ ബി ഗിവൺ പ്രൊട്ടക്ഷൻ. അതിലേക്ക് കയറുന്നതിന് മുൻപ് എന്താണ് ബെയിൽ എന്ന് നമുക്കറിയാം. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കണ്ടീഷണൽ ഓർ പ്രൊവിഷണൽ റിലീസ് ഓഫ് എ പേഴ്സൺ ഹെൽഡ് അണ്ടർ ലീഗൽ കസ്റ്റഡി by undertaking a promise to appear in court as and when required. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ താൽക്കാലികമായി മോചിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബെയിൽ എന്ന് വിളിക്കുക. അത് എപ്പോഴാണ് ഈ ബെയിലിന്റെ ആവശ്യം? എന്താണ്? ആ വ്യക്തിയെ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോടതികളിൽ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെയും ഹാജരായിക്കൊള്ളാം എന്ന വ്യവസ്ഥയിന്മേൽ നൽകുന്ന താൽക്കാലികമായ ഉപാധികളോട് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ബെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ എന്താണ്? സെക്യൂരിറ്റി ചോദിക്കാം, കൊളാറ്ററൽ ചോദിക്കാം, ചിലപ്പോൾ കോടതിക്ക് തീരുമാനപ്രകാരമുള്ള മറ്റ് കണ്ടീഷൻസ് ഒക്കെ ചോദിക്കാം. നമുക്ക് ഏതൊക്കെയാണ് ബെയിലുകൾ നോക്കാം. 1 റെഗുലർ ബെയിൽ, 2 ഇന്ററിം ബെയിൽ, 3 ആന്റിസിപ്പേറ്ററി ബെയിൽ. റെഗുലർ ബെയിൽ is a direction given by the court to release a person who is already under arrest and kept in police custody. For such person, a bail can file an application under section 437 and 439 of CRPC. അപ്പം എന്താണ്? സാധാരണ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അയാളെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അപേക്ഷ കൊടുക്കും. സാധാരണ ഈ പ്രോസസ്സിൽ അയാൾക്ക് ജാമ്യം നൽകുക എന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാവുക. 2 ഇന്ററിം ബെയിലാണ്, ഇടക്കാല ജാമ്യം എന്ന് പറയാം. Bail granted for a temporary and short period by the court till the application seeking anticipatory bail or regular bail is pending before the court. അതായത് റെഗുലർ ബെയിൽ പെൻഡിങ് ആണെങ്കിൽ അത് അയാൾക്ക് ഇടക്കാലത്തിന് വേണ്ടിയിട്ട് അതുവരെയുള്ള ഒരു ഇന്ററിം ബെയിലിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സാഹചര്യമാണ്. അതും നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ, എ ഡയറക്ഷൻ ഇഷ്യൂഡ് ടു റിലീസ് എ പേഴ്സൺ ഓൺ ബെയിൽ ഈവൻ ബിഫോർ ദ പേഴ്സൺ ഈസ് അറസ്റ്റഡ്. അത് ആ വ്യക്തി അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത്. ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. നമുക്കറിയാം 1969 41st ലോ കമ്മീഷൻ പ്രകാരമാണ് എന്ത് ആഡ് ചെയ്തിരിക്കുന്നത്? ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആഡ് ചെയ്തത്. പക്ഷേ 1973 ഇത് CRPCയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. അതായത് 41ാമത് ലോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1969 41ാമത് ലോ കമ്മീഷൻ റിപ്പോർട്ട് എന്തിനാവശ്യപ്പെട്ടിരുന്നു? ആന്റിസിപ്പേറ്ററി ബെയിലിന് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആവശ്യകതയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് നിലവിൽ വന്ന വർഷം 1973 മാത്രമാണ് നിലവിൽ വന്നത് അണ്ടർ സെക്ഷൻ 438 of Code of Criminal Procedure. It is issued only by the Sessions Court and High Court. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ എന്തിനാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ചില കേസുകളിൽ എന്താണ്, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ, പോലീസിലും സ്വാധീനമുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ സ്വാധീനമുള്ള ആളുകൾ, they will file a fake case for the purpose of disgracing their rivals for other purpose by getting them detained in jail. അതായത് ഒരു വ്യക്തിക്ക് ഒരു പേഴ്സൺ എ, 2 ആളുണ്ട്, പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി. പേഴ്സൺ എ ഈസ് an influential person and he influenced the authority to arrest this person. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ഡിഫെയിം ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ അയാൾക്കുണ്ടാവാം. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആവശ്യകതയുള്ളത്. 2, ഫ്രം ദ ഫോൾ കേസസ് when there are reasonable grounds for believing that a person accused of an offense is not likely to abscond or misuse his liberty while on bail. അതായത് ആ വ്യക്തി ഇപ്പൊ എങ്ങനെയാണ് ഒരു ആളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരാൾ കുറ്റവാളിയാക്കപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറ്റാരോപിതനായ അയാൾക്ക് ഒരു എന്താണ് ഫേക്ക് കേസ് അല്ല എങ്കിൽ പോലും, അതായത് റിയൽ കേസ് ആണെങ്കിൽ പോലും ഇയാൾ അബ്സ്കൗണ്ടഡ് ആവത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇയാളെ ഒളിവിൽ പോകാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുക?
അതായത് അത് ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ സ്വാധീനിക്കുക, അങ്ങനെയുള്ള ഒരു ലിബർട്ടിയെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനെ മിസ്യൂസ് ചെയ്യാതിരിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, he will be granted anticipatory bail. And as arbitrary arrest continue to be a pervasive phenomenon in this country, therefore the protection of people should be given. അതായത് പലപ്പോഴും എന്താണ് കേസുകൾ എന്താണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ടോർച്ചറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് ഈസ് ജെർമിനേറ്റഡ് ഫ്രം ആർട്ടിക്കിൾ 21 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് മുളച്ചു വന്നിരിക്കുന്ന ഒന്നാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നും പറയാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോടതി കൊണ്ടുവന്ന ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ടാവും. അത് ഫാമിലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഹി മസ്റ്റ് ബി ദ സോൾ ബ്രെഡ് വിന്നർ ഓഫ് ദിസ് ഫാമിലി, അല്ലെ? സോൾ ബ്രെഡ് വിന്നർ ആണെങ്കിൽ അപ്പൊ അത്തരത്തിലൊരാൾക്ക് ആകുമ്പോഴത്തേക്ക് ഈ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും? സോ ദാറ്റ് യു വിൽ ഹാവ് ടു കൺസിഡർ ദിസ് ഫാമിലി ആസ് വെൽ വൈൽ യു ആർ എക്സിക്യൂട്ടിംഗ് ദ ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, accused being an accused may also be the primary caregiver or sole breadwinner of the family. His arrest may leave his family or loved ones in a state of starvation and neglect. പത്രത്തിലെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ he must be provided a certain point of time to settle all his family affairs, അല്ലെങ്കിൽ all his family to manage his family affairs. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു സമയം നൽകണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. The shortest duration reasonably required in order to make arrangement for his family before surrendering in the trial court. അദ്ദേഹം ജയിൽ അല്ലെങ്കിൽ തടവിലാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ജീവിതത്തിനെ ഒന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സമയം കൊടുക്കണം എന്നതാണ് പറയുന്നത്. He urged judges to pay equal attention to that of human side of criminal law while hearing pleas for anticipatory bail as well. അതുകൊണ്ട് കോടതികൾ എന്ത് ചെയ്യണം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള നിയമവ്യവസ്ഥിത മാത്രം ചിന്തിക്കാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൂടി ഈ ഒരു ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇൻ ഓൾ മൈ മീൻസ് ആന്റിസിപ്പേറ്ററി ബെയിൽ ജെർമിനേറ്റഡ് ഫ്രം ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനൊക്കെ പ്രധാനപ്പെട്ട 3-4 കേസുകളുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഒന്ന്, ഗുർബക്ഷ് സിംഗ് സിബിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് ruled that section 438(1) should be interpreted in the light of article 21 of the Constitution of India. Granting anticipatory bail as a matter of right of an individual should not be limited by time. A court could impose appropriate restriction on case-by-case basis. അതായത് ഒന്നാമത്തെ കേസ് ആണ് ഗുർബക്ഷ് സിംഗ് സിബിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1980 ആ ഇയർ ഒന്ന് ഓർത്ത് വെക്കുക. കാര്യം ചിലപ്പോൾ ഇതിനെ വേണമെങ്കിൽ പ്രിലിംസിന് നമ്മളോട് ചോദിക്കാം, ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാൻ ഏതാണ് ആദ്യം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റുകൾ ഒന്ന് ഓർത്ത് വെക്കാം. ഒന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു ഗുർബക്ഷ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അത് ആ കേസിൽ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ആർട്ടിക്കിൾ 21. അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ മാറ്റർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി കർടെയിൽഡ് ഓൺ ദ ബേസിസ് ഓഫ് limited, or it should not be limited by the time. അതുപോലെ തന്നെ എന്താണ്, court could impose reasonable or appropriate restrictions on case by case. അതായത് കോടതികൾക്ക് നിഷ്കർഷിക്കുന്ന റെസ്ട്രിക്ഷൻസ്, ഇപ്പൊ ഉദാഹരണം ജില്ല വിട്ട് പുറത്തു പോവുക, പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ വേണമെങ്കിൽ കോടതികൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് എന്ന് 1980 ഗുർബക്ഷ് സിംഗ് സിബിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാഹുദ്ദീൻ അബ്ദുൾ സമദ് ഷെയ്ഖ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 1995 കേസാണ്. എന്താണ് ഇതില് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി ആദ്യത്തെ കേസ്, അതായത് ഗുർബക്ഷ് സിംഗ് കേസിലെ റൂളിംഗ്, അതായത് ഈ ടൈമിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലിമിറ്റഡ് ബൈ ടൈം എന്ന റൂളിങ്ങിനെ ഓവർറൂൾ ചെയ്യുകയും ദ ഗ്രാൻഡിംഗ് ഓഫ് ആന്റിസിപ്പേറ്ററി ബെയിൽ ഷുഡ് ബി ലിമിറ്റഡ് ബൈ ടൈം എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അടുത്തത് MS മിറ്റർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അതേഴ്സ് 2010 കേസ്. SCL held that life or duration of an order granting anticipatory bail could not be curtailed. അടുത്തത് പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രൊവിഷൻ വന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 2018 ആന്റിസിപ്പേറ്ററി ബെയിൽ അവൈലബിൾ അല്ല എന്നതാണ് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇഫ് someone violates this act, there is no provision for anticipatory bail. അടുത്ത ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു സുശീല അഗർവാൾ 2020 ഉണ്ടായ കേസായിരുന്നു. ഇത് 2 കാര്യങ്ങളായിരുന്നു ഈ കോടതിക്ക് തീരുമാനിക്കേണ്ടത്. ഒന്ന്, ഷുഡ് there be fixed time period to seek anticipatory bail?
so as to enable a person to surrender before the trial court and seek for regular bail. Also, should the life of anticipatory bail can end at the time of summoning the court. Can in courts impose any condition while granting such bail or not? ഒന്ന്, ഏതെങ്കിലും ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഒരു ഫിക്സഡ് ടൈം വെക്കണമോ? രണ്ട്, ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കൊടുത്ത കിട്ടിയിട്ടുള്ള ആളെ കോടതി സമൻ ചെയ്യുന്ന സമയത്ത് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ എക്സ്പയർഡ് ആവുമോ? രണ്ടാമത്തെ ചോദ്യം, കോടതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് വെക്കാനുള്ള അവകാശമുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കായിരുന്നു ഉത്തരം കണ്ടെത്തേണ്ടത്. ഇപ്പൊ സുശീല അഗർവാൾ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ, there is nothing in CRPC that indicates the grant of anticipatory bail should be time bound. Time bound ആണെന്ന് നിർബന്ധമില്ല എന്ന ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞു. However, under CRPC, it is discretionary power of the court to decide on a case-to-case basis, depending upon the stage at which bail application has moved or prevalence of any peculiar circumstances necessitating to limit the tenure and impose time limit while granting pre-arrest bail. ഇതെന്താണ്? ഓരോന്നിനും കോടതികൾക്ക് അവരുടേതായ വിവേചനാധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഓരോരോ കേസിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ എല്ലാ കേസുകൾക്കും ഒരേ രീതിയിലുള്ള രീതിയിൽ ഓരോ കേസിനും അനുബന്ധമായ രീതികളിൽ പ്രവർത്തിക്കാനുള്ള ഒരു വിവേചനാധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. This duration primarily does not end after the first summoning by the court and can continue till the end of the trial period. അതായത് ഈ എന്താണ് നമ്മളുടെ ഒരു ചോദ്യം എന്തായിരുന്നു? ഒരു ചോദ്യമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ലെങ്കിൽ ആദ്യത്തെ സമ്മണിങ് അല്ലെങ്കിൽ ആദ്യത്തെ ഹിയറിംഗിനെ കോടതി വിളിച്ചു വരുത്തിയതിനു ശേഷം തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടിൽ ദ എൻഡ് ഓഫ് ദ ട്രയൽ പീരിയഡ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടാണെങ്കിൽ UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഇഫ് എനി കോർട്സ് വാണ്ട് ടു ലിമിറ്റ് ദ ബിൽ, ഇറ്റ് ക്യാൻ അറ്റാച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓർ സർക്കംസ്റ്റൻസ് വാറന്റിംഗ് ദ സെയിം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ലിമിറ്റ് ചെയ്യണമെങ്കിൽ കോർട്ട് ക്യാൻ അറ്റാച്ച് സ്പെഷ്യൽ ഫീച്ചർ ആസ് വെൽ. The court, while granting the anticipatory bail, should examine the seriousness and gravity of the offences, like the nature of the crime, material placed on records, to impose any condition on the petitioner referring. The police can reach the court to seeking permission for arrest in case of breach of some imposed condition. ഏതെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അയാൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഓഫ് ആന്റിസിപ്പേറ്ററി ബെയിൽ കുഡ് ബി ഫൈൽഡ് ബൈ എ പേഴ്സൺ ബിഫോർ ദ FIR as soon as the facts make clear there is a substantial reason for arrest. അദ്ദേഹത്തിന് തോന്നുകയാണ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ പോലും FIR ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പോയിന്റുകളായിട്ട് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ക്ലെയിംസിന് വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഈ 4 പോയിന്റുകളും. അപ്ലൈസ് jurisdiction to check the correctness of granted bail lies with the superior court on the request of investigating agency. അതായത് ഒരു ട്രയൽ കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകാനുള്ള അവകാശം ആർക്കുണ്ട്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിനുണ്ട്. The court remarked that when Parliament has not thought it appropriate to curtail the right of the citizen and the power of courts in granting anticipatory bail, hence it is not a large societal interest to curtail such power and limit the liberty of citizens. The rights of citizens are fundamental and not the restrictions. Restrictions ഒരിക്കലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പക്ഷേ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ ആന്റിസിപ്പേറ്ററി ബെയിലിനെ കട്ടേൽ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഹയർ കോടതികളെ സമീപിക്കാവുന്നതാണ്. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് വരുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആളാണ് ദ വൺ ഹോൺഡ് റൈനോ ഇൻ ഇന്ത്യ. നമുക്കറിയാം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പേര്. ഏകദേശം 5 തരത്തിലുള്ള റൈനോസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. There are 5 different species of rhino. 1 ബ്ലാക്ക് റൈനോ, 2 വൈറ്റ് റൈനോ, 3 ജാവൻ റൈനോ, 4 സുമാട്രൻ റൈനോ പ്ലസ് നമ്മളുടെ ഇന്ത്യയുടെ ഗ്രേറ്റ് വൺ ഹോൺ റൈനോ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ 5 റൈനോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സുമാട്രൻ റൈനോ റീസെന്റ് ഗോൺ എക്സ്റ്റിൻറ്റ്, അതായത് വംശനാശം സംഭവിച്ച ഒരു ബ്രീഡാണ് സുമാട്രൻ റൈനോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആകെ ഉള്ളത് 4 തരത്തിലുള്ള റൈനോസ് ആണ്. 1 ഗ്രേറ്റർ ഇന്ത്യൻ വൺ ഹോൺ റൈനോ, ബ്ലാക്ക് റൈനോ, വൈറ്റ് റൈനോ, ജാവൻ റൈനോ. ഈ 4 എണ്ണമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ജാവൻ റൈനോ തന്നെ എന്താണ്? ഒരു IUCN റെഡ് ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ടതൊന്നാണ് ജാവൻ റൈനോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഈ 5 തരത്തിലുള്ളതാണ് നമുക്കുള്ളത്. അതിനകത്ത് സുമാട്രൻ ഓൾറെഡി എക്സ്റ്റിൻറ്റ് ആയി. ഇപ്പൊ ജാവൻ റൈനോ ഉണ്ട്. ജാവൻ റൈനോ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് കാറ്റഗറി ഓഫ് റെഡ് ലിസ്റ്റ്. There are 3 species in Asia. One is
ഗ്രേറ്റർ വൺ ഹോൺഡ്, ജാവൻ ആൻഡ് സുമാട്രൺ. ഈ ജാവനും സുമാട്രൺ ആയിരുന്നു, അതുപോലെ ഇന്ത്യൻ അല്ലെങ്കിൽ ഗ്രേറ്റർ വൺ ഹോൺഡുമായിരുന്നു ഏഷ്യൻ വെറൈറ്റീസ് എന്ന് പറയുന്നത്. വൈറ്റ് റൈനോയും ബാറ്റ് റൈനോയും ഇന്ത്യയല്ല, ഇത് രണ്ടും എന്താണ് ടു ആഫ്രിക്കൻ സ്പീഷീസ് ആണ്. There are only one greater Indian, it is found in India. Great one horned ഒറ്റക്കമ്പൻ കാണ്ടാമൃഗത്തെ മാത്രമായിരുന്നു നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. It is also known as Indian rhino. It is the largest of the rhino species. നമുക്കറിയാം ഇതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം തന്നെയാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ റൈനോസറസ് സ്പീഷീസിലെ ഏറ്റവും വലിയ സ്പീഷീസ് ഏതായിരുന്നു? വൺ ഹോൺ റൈനോ ആണ്. ഇത് വളരെ തികച്ചും സസ്യബുക്കാണ്. ഇത് നമുക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രസന്റ് പാകിസ്ഥാൻ മുതൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നേപ്പാളിലും ഈവൻ മ്യാൻമാറിൽ പോലും അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പക്ഷെ എന്നാൽ ഇപ്പോൾ അത് എവിടെയാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. ഈ ദുദ്വാദ, ചിറ്റ്വാൻ, ഗുരുമാര, ജദ്പര ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോഴുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത് കാസിരംഗ നാഷണൽ പാർക്ക് ഇൻ ആസോമിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആസോം ഹാസ് എസ്റ്റിമേറ്റഡ് 2640 റൈനോസ് ഇൻ 4 പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഒന്ന് പബിറ്റോറ വൈൽഡ് ലൈഫ് റിസർവ്, 2 രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് മനസ് നാഷണൽ പാർക്ക്. 2400 ഇവിടെ തന്നെ, അതിൽ 2400 എവിടെ തന്നെയാണ്? കാസിരംഗയിൽ തന്നെയാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഏതൊക്കെയാണ് ആസാമിലെ നാഷണൽ പാർക്കുകളുടെ പേരുകൾ വേണമെങ്കിൽ ചോദിക്കാൻ ഓർത്ത് വയ്ക്കുക. ഒന്ന് പബിറ്റോറ വൈൽഡ് ലൈഫ് റിസർവ്, രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് മനസ് നാഷണൽ പാർക്ക്. ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഗോവയുടെ സ്റ്റേറ്റ്ഹുഡിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇവിടെ അറേബ്യൻ സീ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ഇത് അറേബ്യൻ സീയിൽ അല്ലെങ്കിൽ അറേബ്യൻ സീയുടെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തിലുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. അതിന് അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കർണാടക, 2 മഹാരാഷ്ട്ര. ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാഞ്ചിയാണ് തലസ്ഥാനം. ഇത് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ നോർത്ത് ഗോവ, സൗത്ത് ഗോവ എന്നത് നമുക്ക് 2 രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും എന്താണ് ഇന്ത്യയുടെ ഭാഗമാകാതിരുന്ന ഒരു ഭാഗമാണ് ഗോവ എന്ന് പറയുന്നത്. ഗോവ പക്ഷെ 1961 ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു ഇന്ത്യ വിട്ടു പോകണം അല്ലെങ്കിൽ ഗോവ വിട്ടു പോകണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പോർച്ചുഗീസുകാർ പോയിട്ടില്ല. അതിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്ന ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ വിജയുടെ ഭാഗമായിട്ട് ഇതെന്തൊക്കെയാ പിടിച്ചെടുത്തു? ദാമൻ ആൻഡ് ഡ്യൂ ഐലൻഡ്സും ഗോവയുമായിട്ട് ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ മെയിൻ ലാൻഡിലെ ഡാമൻ ആൻഡ് ഡ്യൂവും ഗോവയെയും പിടിച്ചെടുക്കുകയും ചെയ്തു. It can be noted that Portuguese were the first Europeans to come in India and were also the last to leave this land. 1498 ഇന്ത്യയിൽ എത്തുകയും 1961 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു യൂറോപ്യൻ വിഭാഗമായിരുന്നു പോർച്ചുഗീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് ടു കെയിം ഇൻ ഇന്ത്യ ആൻഡ് ലാസ്റ്റ് ടു ലീവ് ദിസ് ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. 30 ഓഗസ്റ്റ് മെയ് 1980 ടെറിട്ടറി വാസ് സ്പ്ലിറ്റ് ആൻഡ് ഗോവ വാസ് ഫോംഡ്. ദാമൻ ആൻഡ് ദിയു റിമെയിൻഡ് യൂണിയൻ ടെറിട്ടറി. ഏറ്റവും ഉയർന്ന പോയിന്റ് സ്പോൺസോഗർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പ്രധാനപ്പെട്ട നദികൾ എന്ന് പറഞ്ഞ ജുവാരി, മണ്ടോവി, തെറോക്കോൾ, ചപ്പോര, ഗൽഗിബാഗ്, കംബർജാൻ കനാൽ, തൽപോണ ആൻഡ് സാൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികളായിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ടത്. ഇതെന്ന് ഓർത്ത് സ്പോൺസോഗാർ ഓർത്തു വെക്കുക, ഈ പ്രധാനപ്പെട്ട നദികൾ ഓർത്തു വെക്കുക. ഓപ്പറേഷൻ വിജയ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഈ ഒരു ഗോവ സ്റ്റേറ്റ്ഹുഡുമായി അല്ലെങ്കിൽ ഗോവയുടെ ലിബറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ വിജയ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ വിജയ് ദിവസ് അല്ലെങ്കിൽ ഗോവ ലിബറേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 19 ഡിസംബർ ആണ്. എല്ലാ വർഷവും 19 ഡിസംബറിലാണ് ഗോവ ലിബറേഷൻ ഡേ എന്ന് നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പ്രധാനമായിട്ടും ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇതൊരു പ്രിലിംസ് ബേസ് ആയിട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിനകത്ത് പ്രധാനപ്പെട്ട കേസുകളും ആ കേസുകളുടെ ഇയറുകളും ഓർത്ത് വെക്കാം. ആ കേസുകളിൽ കോടതിയുടെ ചില പോയിന്റുകൾ നമ്മൾ പ്രധാനപ്പെട്ട പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വളരെയധികം പ്രാധാന്യമുള്ള പോയിന്റുകളുണ്ട്. അതൊന്നും വീണ്ടും വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. സോ കീപ് ഗോയിങ്. താങ്ക് യു.